എന്താ പറ്റി നന്ദിനി കോൾ ചെയ്തിരുന്ന? ഞാൻ കൊന്നുകളഞ്ഞു. അവര് രണ്ടുപേരെ ഞാൻ കൊന്നുകളഞ്ഞു. സത്യാണോ? മേലെ 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 ഉണ്ട്. വാ ഞാൻ കാണിക്കാം. വാ. വേഗം വാ. ഇവിടെയാണ് ഉണ്ടായിരുന്നത്. പഴയ കഥ തന്നെ. നീ എപ്പോഴും ഇതാണ് ചെയ്യുന്നത്. നൗ റിലാക്സ്. കൂൾ കൂൾ. ആ റൂമിലെ അവൾ ആ റൂമിലുണ്ട്. വേഗം വാ, ഞാൻ കാണിക്കാം. എന്താ നിന്റെ പ്രശ്നം? ഇവിടെ ഉണ്ട്. വാട്ട് ഈസ് ദിസ്? ഇവിടെയാണ് ഉണ്ടായിരുന്നത്. ഓക്കേ, ഇതുകൊണ്ട് അതിരിക്കട്ടെ. നന്ദിനി, നിന്റെ അച്ഛൻ എവിടെയാ? അത് അച്ഛൻ എവിടെ പോയെന്ന് അറിയില്ല. ഓക്കെ, എനിക്കെല്ലാം മനസ്സിലായി. വാ, റിലാക്സ്. വാ. ഒരു പ്രശ്നവും ഇല്ല, എല്ലാം ശരിയാകും. ഓക്കെ സാർ, എന്ത് പറ്റി സാറേ? രാജേഷ്, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കരുത് കേട്ടോ. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഇഷ്യൂസാ വരുന്നെന്ന് നോക്ക്. അത് അവള് ഒരു കാര്യം ചെയ്യേ, നമ്മൾക്കുള്ളിൽ എന്തിനാ പ്രശ്നം? നിങ്ങളുടെ മകളെ റീഹാബ് സെന്ററിലേക്ക് ചേർത്തേക്ക്. ഓക്കെ, ചെയ്യാം സാറേ. ഇപ്പോ എനിക്ക് പുറത്തു പോകാനുള്ള സമയമായി. ഇന്നൊരു ദിവസം ഇരുന്ന് സാവധാനത്തെ സംസാരിക്കാം. ഓക്കെ? ശരി സാർ. ശരി. ഓക്കെ. അച്ഛാ, ഞാൻ അവരെ കൊന്നുകളഞ്ഞു അച്ഛാ. നന്ദിനി, ഒന്നുമില്ലമ്മ. വന്നിവിടെ ഇരിക്കേ. എല്ലാം എനിക്കറിയാം. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ് സർ. റീസെന്റ് വന്ന മിസ്സിംഗ് കേസ് ഫയൽ സർ. ഈ മിസ്സിംഗ് കേസ് ഫയൽ രാഹുലിന്റെ അല്ലേ? അതെ സർ, ആ മോഡൽ രാഹുലാണ്. ഹലോ. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. നിങ്ങളുടെ മകള് റീഹാബ് സെന്ററിലല്ലേ ഇപ്പോൾ ഉള്ളത്? ഉണ്ടോ ഇല്ലേ? ഉണ്ട് സാറേ, ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ടേക്ക് കെയർ. ഞാൻ ഒരുപാട് പേര് കൊന്നിട്ടുണ്ട്. എന്റെ അടുത്ത് 4 വെപ്പൺസ് ഉണ്ട്. നിന്റെ അടുത്ത് എത്ര വെപ്പൺസ് ഉണ്ട്? എന്റെ അടുത്ത് 6 ഉണ്ട്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. അവിടെ ഒരുത്തനുണ്ട്, നമുക്ക് അവനെയും കൊല്ലാം. ശരി. അതിനുശേഷം നമുക്ക് പതിയെ ഈ ഭാഗത്ത് പോകാം. ഓക്കെ ഓക്കെ. ആദ്യം ഞാൻ അവിടെ പോയി എഫക്ട്സ് എല്ലാം കൊടുക്കട്ടെ. നീ ഇവിടെ ഇരിക്കി, എന്നിട്ട് നീ എന്റെ പുറകെ വാ. മനസ്സിലായോ? കൊന്നിക്കാം. ഞാൻ ആദ്യം അവിടെ പോകാം.
നന്ദിനി ഇങ്ങ് വാ. സാർ ഞാൻ ഇങ്ങ് വാ. ഇപ്പോഴാണ് കൊന്നത്. ഞാൻ ഇപ്പോഴാണ് കൊന്നത്. ഞാനല്ല കൊന്നേ. നീ എന്തിനാ പറയുന്നേ? ഞാനാ ഏയ് കൊന്നത്. സ്റ്റോപ്പ് സ്റ്റോപ്പ്, എന്തിനാ ശബ്ദം ഉണ്ടാക്കുന്നത്? ഞാനാ കൊന്നേ. ഈ കുട്ടിയെ ഞങ്ങൾ കൊണ്ടുപോവാ. എന്ത് സാർ നിങ്ങൾ പറയുന്നത്? ഒരു അത്യാവശ്യ കൊലക്കേസ് ഹാൻഡിൽ ചെയ്യാനുണ്ട്. മെന്റൽ കണ്ടീഷൻ ശരിയില്ലാത്ത കുട്ടിയോട് നിങ്ങൾ എന്താ ചോദിക്കാൻ പോകുന്നത്? ഫസ്റ്റ് നിങ്ങൾ ഇവിടുന്ന് പോ സാർ. പോന്നല്ലേ പറയുന്നത്? ഞാനാ കൊന്നത്. ഞാനാ കൊന്നത്. പ്ലീസ്. ഞാനാ കൊന്നേ. ഞാനാ കൊന്നത്. നീ മാത്രമല്ല കൊന്നത്. ഞാനാ കൊന്നേ. ഞാൻ പറഞ്ഞില്ലേ? ഓക്കേ. ഇതിനകത്ത് ഒരുപാട് തിങ്സ് ഉണ്ട്. ഞാനാ കൊന്നേ. ആ രാജേഷ്, ആ സ്വാമിജി, ഇവരെല്ലാരും എനിക്ക് അറിഞ്ഞ കഥയാണ് പറയുന്നത്. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇറ്റ്സ് എ പ്രീ പ്ലാൻഡ് മർഡർ. എനിക്ക് എല്ലാം അറിയാം. ഇനി എത്ര പേരെ പ്രാന്ത് അഭിനയിച്ച് പറ്റിക്കാൻ പോകുന്നേ? ഇത് നോക്ക്, നിനക്ക് പ്രാന്താണെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. സാക്ഷിയില്ലാതെ ചെയ്യാൻ നോക്ക്, ഇല്ലെങ്കിൽ നമുക്ക് തന്നെയാ പ്രോബ്ലം. ആ, ശരി. പ്ലീസ് ഹെൽപ്പ് മീ. അന്നു മുതല് ഒരു സാക്ഷിയുമില്ലാതെ അവരെ കൊല്ലാൻ വേണ്ടി ഞാൻ കളിക്കുന്ന നാടകം അവസാനം പോലീസിനെ മിസ്ഗൈഡ് ചെയ്യിക്കാൻ വേണ്ടി 3 തവണ കള്ളം പറഞ്ഞ് 1 തവണ സത്യം പറഞ്ഞാലും നിങ്ങളത് കള്ളമാണെന്ന് കരുതും. അതാണ് ഞാൻ കളിച്ച ആടുപുലിയാട്ടം. ഒരു സാക്ഷിയുമില്ലാതെ പ്ലാൻ ചെയ്താണ് അവരെ കൊന്നത്. കൊന്നുകളഞ്ഞു. നിന്റെ ദേഷ്യത്തില് ഒരു ന്യായമുണ്ട്. ഇതിനപ്പുറം നീ അഭിനയിക്കേണ്ട ആവശ്യമില്ല.